ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ പണി തുടങ്ങി. അപ്പോൾ മോള് ചപ്പാത്തി പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. പിന്നെ മുട്ടക്കറിക്കുള്ള സവാള ചപ്പാത്തി ചുടുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഓരോന്ന് ചുട്ടെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ സവാളയും അരിഞ്ഞെടുക്കുവാണ്. തക്കാളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മുട്ട പുഴുങ്ങിയിട്ട് സവാള വാട്ടി ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല. സിമ്പിൾ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തക്കാളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരെയും കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പീലിമോള് വന്നിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ. അങ്ങനെ മുട്ടക്കറിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ മുട്ടക്കറിയും ചപ്പാത്തിയും ചുട്ട് കഴിഞ്ഞു. മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കട്ടൻ കാപ്പി രാവിലെ വെച്ചതാണ് കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മോനും കൊടുത്തു, അഖിലിനും മോൾക്കൊക്കെ കൊടുത്തു. അവർ കഴിക്കുവാണ് കേട്ടോ. അപ്പം ഞാനും കഴിക്കാൻ പോവാണ്. ഞാനും കുഞ്ഞും കൂടിയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. പീലിമോള് മോളുടെയും അഖിലിൻ്റെയൊക്കെ കൂടെ ഇരുന്ന് അപ്പുറത്ത് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ മോൻ കറി വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. അവന് എന്ത് കൊടുത്താലും ചോറാണെങ്കിലും ചോറിനേക്കാൾ കൂടുതൽ കറിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അവൻ കറി വാങ്ങാൻ വന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാപ്പിയുടെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഉച്ചത്തേക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാൻ പോയിരുന്ന് കഴിക്കട്ടെ കേട്ടോ. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ കറി. അപ്പോൾ പറമ്പിൽ പയറ് നട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ മത്തൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മത്തൻ്റെ കൂമ്പും ഇലയും അതുപോലെ തന്നെ പയറിൻ്റെ ഇലയൊക്കെ എടുത്ത് തോരൻ വെക്കുമായിരുന്നു കേട്ടോ. അതുപോലെ ചേമ്പ്, കുമ്പളങ്ങ നടാറുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പണ്ടൊക്കെ വീട്ടിൽ കറി വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ പയറിൻ്റെ തണ്ട് മുതൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂമ്പും കൂടി അപ്പോൾ ഒരു തോരനുള്ള ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഉള്ളിയുടെ കൂമ്പും കൂടി കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ പിന്നെ ഉള്ളി ചേർക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഉള്ളിയുടെ കൂമ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പയറിൻ്റെ ഇല അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നനച്ചപ്പോൾ അതിൽ കുറച്ച് മണ്ണായിട്ടുണ്ട്. ആ മണ്ണ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ അഴുക്കൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ കഴുകാൻ നേരത്ത് പീലിമോള് അങ്ങോട്ട് വലിച്ച് നശിപ്പിച്ച് കളയാൻ പോവാൻ കേട്ടോ. ഞാൻ കഴുകുന്നു, അപ്പോൾ അവളും കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളത്തിൽ കളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ പയറിൻ്റെ ഇലയൊക്കെ കഴുകി റെഡിയാക്കി. അപ്പോൾ എല്ലാം കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഒന്ന് ഉള്ളിയുടെ കൂമ്പ് അരിഞ്ഞെടുക്കും കേട്ടോ. പിന്നെ പയറിൻ്റെ ഇലയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ തോരൻ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. ഈ തോരനും പിന്നെ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഉണക്കച്ചെമ്മീൻ ഫ്രൈയും പിന്നെ പയറിൻ്റെ എല്ലാ തോരനും എല്ലാം കൂട്ടി പിന്നെ ഇന്നലെ പച്ചടി ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ഉച്ചക്കത്തെ ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബായ്. എന്താ